ഇന്ത്യൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത് ഇറാനാണെന്ന ട്രംപിന്റെ ആരോപണം പുതിയ നയതന്ത്ര പോരിന് വഴി തുറന്നിരിക്കുകയാണ്. എന്നാൽ ട്രംപിന്റെ ആരോപണങ്ങൾ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാൻ. ഇതിനിടെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ വിളിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കടുത്ത പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹോർമുസ് കടലിടുക്കിന് സമീപം ഇന്ത്യൻ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിച്ചുവെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന ആരോപണം. ആഗോള വ്യാപാരത്തിന്റെ ജീവനാഡിയായ കടൽപാതകളിൽ ഇറാൻ മനഃപൂർവ്വം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയ ട്രംപ് ഈ സംഭവം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും പറഞ്ഞു. കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് യുഎസ് സൈന്യം തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ട്രംപിന്റെ ഈ ആരോപണങ്ങൾ എന്നതാണ് ശ്രദ്ധേയം. യുഎസ് നാവികസേനയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ കപ്പൽ തയ്യാറാകാതിരുന്നതാണ് നടപടിക്ക് കാരണമെന്നായിരുന്നു യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. ഇറാനിൽ നിന്ന് എണ്ണ കടത്താനാണ് ടാങ്കർ ശ്രമിച്ചതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതേസമയം ട്രംപിന്റെ അവകാശവാദങ്ങളോട് രൂക്ഷ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. ട്രംപിന്റെ പ്രസ്താവനകൾക്ക് യാതൊരുവിധ തെളിവുകളുമില്ലെന്നും പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. മേഖലയിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് വ്യക്തമായിട്ടും അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇറാനെ പ്രതിക്കൂട്ടിലാക്കി പശ്ചിമേഷ്യയിൽ കൂടുതൽ സൈനിക സാന്നിധ്യം ഉറപ്പാക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഗൂഢാലോചനയാണ് ഇതെന്നും ആരോപിക്കുകയാണ് ഇറാൻ. അതിനിടെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയോട് ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. ഒമാൻ തീരത്ത് വെച്ച് പലാവു എന്ന രാജ്യത്തിന്റെ ഫ്ളാഗ് നാട്ടിയിരുന്ന MT സെറ്റാബെല്ലോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായിരുന്നു ഇന്ത്യയെ ചൊടിപ്പിച്ചത്. തുടർന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ റൂബിയോയുമായി ഫോണിൽ ബന്ധപ്പെടുകയും ഇത്തരം മാരകമായ സൈനിക നടപടികൾ ഒരിക്കലും ന്യായീകരിക്കാനാകില്ലെന്ന് തുറന്നടിക്കുകയുമായിരുന്നു. ഇറാനെതിരായ ഉപരോധം ലംഘിച്ചതിനാലാണ് കപ്പലുകളെ ആക്രമിച്ചതെന്ന് അമേരിക്ക ആരോപിക്കുമ്പോൾ ഇത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ കടൽ കൊള്ളയാണെന്നാണ് ഇറാന്റെ വിമർശനം. ഈ സംഘർഷങ്ങൾ ഇപ്പോൾ ഗൾഫ് മേഖലയിലെ സമുദ്ര സുരക്ഷയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഒമാൻ തീരത്തും ഗൾഫ് മേഖലയിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലുകൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങളായിരുന്നു അമേരിക്കൻ സൈന്യം നടത്തിയത്. ജൂൺ 8 നടന്ന ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരെ ഒമാൻ സേന എയർലിഫ്റ്റ് ചെയ്താണ് രക്ഷപ്പെടുത്തിയത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ MT സെറ്റാബെല്ലോ ആക്രമിക്കപ്പെടുകയും 3 ഇന്ത്യൻ ജീവനക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇന്ത്യ സഹായം എത്തിക്കാൻ വൈകിയെന്ന രൂക്ഷ വിമർശനങ്ങളും ഇതിനിടെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോയെ വിളിച്ച് പ്രതിഷേധം അറിയിച്ചത്. അതേസമയം ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം തുടരുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തു വന്നിരുന്നു. ഭാരതമാതാവിന്റെ മക്കൾക്ക് മതിയായ സുരക്ഷയൊരുക്കാൻ കഴിയാത്ത മോദി അധികാര ശക്തിയില്ലാത്ത പ്രധാനമന്ത്രിയാണെന്നും ജീവൻ അപഹരിച്ചവരെ നേരിടാൻ കോംപ്രമൈസ് പ്രധാനമന്ത്രിക്ക് ശക്തിയില്ല എന്നുമായിരുന്നു രാഹുലിന്റെ കുറ്റപ്പെടുത്തൽ.